അപ്പോൾ ഗൈസ് ആ കാറായിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച ബോക്സ് വാഗനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്നിട്ട് കാർ മാർക്കറ്റ് ഓപ്പൺ ആക്കിക്കാം ഗൈസ്. നമ്മളെന്തായാലും നേരെ ഓഫീസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഓഫീസിലൊരു മാറ്റം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓഫീസിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയായിരുന്നു. കണ്ടോ, നമ്മുടെ ഓഫീസ് ഭയങ്കര വലുതാക്കി ഗൈസ്. ഒരു 60,000 രൂപ കൊടുത്ത് നമ്മൾ ഓഫീസ് വലുതാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി വീട്ടിലേക്ക് പോകാം ഗൈസ്. ഞാൻ കാണിച്ചുതരാം എങ്ങനെ കടന്നുറങ്ങാമെന്ന്. നമുക്ക് ഈ വഴി പോകാം ഗൈസ്. കാർ മാർക്കറ്റ് വഴി ഓഫ് റോഡ് എടുത്ത് പോകാം. എന്നാൽ വേഗത്തും, അല്ലെങ്കിൽ നമ്മൾ മറ്റേത് കറങ്ങി പോകണം. ഇതെവിടെ വണ്ടി ഇപ്പോൾ വരും ഗൈസ്. അത് നമ്മൾ ഉറങ്ങി വരുമ്പോഴത്തേനും വരും. അവരെ ഓടിച്ചോണ്ടേ. ഇതിൻ്റെ പിന്നിലായിട്ടാണ് ഗൈസ് നമ്മുടെ കണ്ടെയ്നറിൽ. കണ്ടോ, ഇതേ കാണുന്നു. അതുകൊണ്ടല്ല ഈ വഴി സുഖം, മറ്റേ വഴി കറങ്ങി വരണം. അപ്പം ഗൈസ് നമ്മളെന്തായാലും ഈ വഴി ഇങ്ങനെ വരുന്ന് ഇതിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്ത് തരണം. വണ്ടി അയ്യോ ബഗ്ഗായി. ഒരു മിനിറ്റ് ഗൈസ്. ഇതിങ്ങനെയാണ് ഗൈസ് നമ്മൾ കിടക്കുക. ഇങ്ങനെ ചാടണം അതിൻ്റെ ഉള്ളിലേക്ക്, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നുണ്ട്. സ്ലീപ്പായിട്ട് വരാം ഗൈസ്. കണ്ട ഇതെന്താ ഇത് വെറുതെ ടച്ച് ആവുന്നുണ്ട് ഗൈസ്. കണ്ട ഞാനല്ല. അതൊന്ന് റെഡിയാക്കണം. അതെന്താണെന്നറിയില്ല, പെട്ടെന്നൊന്നും എന്തൊരു ഇതാണ് ഗൈസ്. എൻ്റെ ഫോണിന് എന്താ പറ്റി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കാർ മാർക്കറ്റ് ഓപ്പൺ അല്ലേ, കാർ മാർക്കറ്റിലേക്ക് പോകാം. നിങ്ങൾക്കറിയാമല്ലോ കാർ മാർക്കറ്റിലേക്ക് പോകേണ്ട വഴി നമ്മൾ വന്ന വഴി തന്നെ പോകണം ഗൈസ്. ബ്രോൺകോ വരണമാണ് നല്ല രസമുണ്ടല്ലേ ഗൈസ്. അതെന്താ ഇടയ്ക്ക് ഇതാവണമെന്നറിയാം. അത് ഈ നക്കൽ വരുന്നതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഞാൻ ശരിയാക്കട്ടെ, വെയിറ്റ് ചെയ്യേ. അടുത്ത വീഡിയോ ശരിയാക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ വലിയ അത്രയ്ക്കധികം തോന്നണില്ലല്ലോ. നമ്മളെന്തായാലും വണ്ടി എടുത്ത് ഇവിടെ വന്ന് കൊടുന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ കാറ് വന്നൊന്ന് പോയി ചെക്ക് ചെയ്യണം. നമ്മൾക്കിപ്പോൾ ഏത് വണ്ടി വാങ്ങിക്കാം? നമ്മൾ ഈ ബുഗാട്ടിക്ക് എത്രയാണാവോ വാങ്ങിക്കാൻ പറ്റുക? നമ്മളിപ്പോൾ വാങ്ങിക്കും ഗൈസ്. ഫുള്ള് വില കൊടുത്താലും 3 മില്യൺ വേണം. നമ്മുടെ കയ്യിലും കൂടി ഒതുങ്ങില്ല. ഈ വണ്ടിക്ക് എത്ര നോക്കട്ടെ, എന്നല്ലെങ്കിൽ നമ്മളിത് പേഴ്സണൽ വണ്ടിയാക്കും ഗൈസ്. 4 ലക്ഷത്തിൻ്റെ വണ്ടിയൊക്കെ പേഴ്സണൽ ആക്കണോ? അതൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി മേടിച്ചിട്ടേ ബൈ. ഞാൻ കുറച്ച് ചെറിയ കാറുകൾ വാങ്ങിച്ചിട്ട് വെക്കാട്ടുണ്ട് ഗൈസ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു കാറുകൾ നല്ലത് വാങ്ങിക്കണ്ടേ. ഇവിടുത്തെ എല്ലാ കാറും ബൈ. ഇതൊക്കെ നേരാക്കുള്ള കാശ് മാത്രം വെച്ചാൽ മതി. ഇനി ഇതും കൂടി അങ്ങ് വാങ്ങിച്ചിട്ട് സ്ഥലം എത്ര ഉണ്ടാവുള്ളൂ ഗൈസ്. ഇതുകൂടി വാങ്ങിച്ചേക്കാം. മൊത്തം നമ്മളിപ്പോൾ 5-6 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ 4 ലക്ഷം നമ്മൾ സ്വന്തം വണ്ടിക്ക് പൊട്ടിച്ച് ഫോർഡ് ബ്രോൺകോ നമുക്ക് അവിടേക്ക് എത്തിക്കാം ഗൈസ്. ഇതെടുത്തില്ലേ, ഇതെടുക്ക്. 4 ലക്ഷം. അയ്യോ 4 ലക്ഷം ഒറ്റയടിക്ക് പോയി ഗൈസ്. നമ്മൾ 4 ലക്ഷത്തിന് വണ്ടി എടുത്ത് നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ അല്ലേ. നമ്മൾ ഈ വണ്ടി നേരാക്കുന്നില്ല ഗൈസ്. ഈ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് തന്നെ ഈ കറങ്ങാനൊക്കെ പോകണത് ഗൈസ്. നമ്മൾ കുറച്ച് ഹൈ ലെവൽ റിച്ച് ആയിക്കോട്ടെ. നല്ലത് ഗൈസ്. ഇനി നമുക്ക് അല്ലെങ്കിൽ വേണ്ടത് വെക്കാൻ കൊടുക്കാം ഗൈസ്. എന്തെങ്കിലും കാശില്ല, അത് നല്ലത്. നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതിന് നമ്മളിത് വീണ്ടും മേടിക്കും. കാർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയിരിക്കും. നമ്മൾ തുറപ്പിച്ചിട്ട് ഇത് വീണ്ടും വാങ്ങിപ്പിക്കും ഗൈസ്. നല്ല കാറൊന്നും കാണാനില്ല. നല്ല കാശ് പൊട്ടും നമ്മുടെ ഇന്ന് ഇത് വണ്ടി നേരാക്കിയിട്ട് അവിടെ കൊണ്ടുവരുന്നതിന്. ഗൈസ് കാർ എങ്ങനെ ഇടണം നിങ്ങൾ പറയുക കേട്ടോ. ഇങ്ങനെ ചെരിച്ചിടണോ അതോ കറക്റ്റായിട്ട് ഇങ്ങനെ ലൈനായിട്ട് പാർക്ക് ചെയ്തിടണോന്ന്? നമ്മളെങ്ങനെയൊക്കെ ഇടും.
കാഡിലേക്ക് മാത്രമല്ല ബാക്കിയുള്ള കാർ വോട്ട് ചെയ്യാൻ. അപ്പോൾ അതേ കാർ കൂടെ അന്ന് കോഡിലാക്കില്ല. മെഴ്സിഡീസ് G63 അതല്ല ഇത്. ഞാനറിയാത്ത ഇത് മെഴ്സിഡീസ് G63 1,00,000 നമുക്കൊരു 8,00,000 കൊടുക്കാം. 8,00,000 വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ച് പോട്ടെ. അതാണ് ഗൈസ് മെഴ്സിഡീസ് G63. നമ്മുടെ കാറുകളൊക്കെ നിരന്ന് കിടക്കണുണ്ടോ. ഇത് നമ്മുടെ തന്നെ പേഴ്സണൽ കാറായതുകൊണ്ട് മാറ്റം ഉദ്ദേശിക്കുന്നില്ല. ഓരോ വണ്ടിയിട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് വരാം. എന്നിട്ട് ഫുൾ കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് എല്ലാ വണ്ടിയോടും ഒരുമിച്ച് കൊടുക്കാം അല്ലേ. നമ്മളെന്തായാലും G-Wagon എടുത്ത് ഗൈസ്. ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ടൊരു കളികൾ കളിച്ചു ഗൈസ്. എങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ ഇത്രയും പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ മറ്റേ സിംഗിൾ ഞാനിപ്പോൾ വാങ്ങിച്ച ആദ്യത്തെ കാറുകൾ കുറച്ചധികം പൈസയ്ക്ക് വിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഫുൾ പൈസ വെച്ച് ഒറ്റ വണ്ടി വെച്ച് മേടിച്ച് നമ്മളങ്ങനെ കൂട്ടി 1 lakh ആക്കി. 1 lakh നിന്ന് നമ്മൾ ഓരോ വണ്ടി മേടിച്ച് ഇതേപോലെ തന്നെയാണ് ഗൈസ്. എല്ലാ വണ്ടി നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ തൊട്ടാണ് നമ്മൾ 3-4-5 കാറൊക്കെ അടുപ്പിച്ച് വാങ്ങിക്കാൻ തുടങ്ങിയത്. വീഡിയോയിൽ വണ്ടി ഇല്ലെങ്കിൽ മോശമല്ലേ ഗൈസ്, നമ്മൾ ഇത്രയും റിച്ച് ആയിട്ട്. അതാണ് ഞാൻ 4,00,000 അല്ല 10,00,000 പൊട്ടിച്ച് ഗൈസ്. 10,00,000 നിങ്ങൾക്ക് വേണ്ടി ഗൈസ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. 10,00,000 പെസ്സിൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾ പറയാം ഗൈസ്. പിന്നെ പെസ്സിൽ നമ്മൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെസ്സിനെ വാങ്ങിക്കണോ നെയ്മറിനെ വാങ്ങിക്കണോ പാക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്കണോ അല്ലെങ്കിൽ സ്പിൻ ചെയ്യണോ എന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എല്ലാ വണ്ടികളും നേരാക്കാൻ കൊടുത്ത് അവിടെ സെയിൽ ചെയ്യണം. ബ്രോൺകോ ഇറന്നോട്ടെ. ബ്രോൺകോ നമുക്ക് ആവശ്യമുണ്ട് പോവാനൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഈ കാർ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കാറും ഉപയോഗിക്കാം ഗൈസ്. നിങ്ങളൊരു വണ്ടിയുടെ പേരിടുക. മെക്ലാറനൊന്നും ഇടല്ലേ ഗൈസ്. മെക്ലാറൻ വന്നാൽ മേടിക്കാൻ പറ്റും. 1 million ആയേ മേടിക്കാം. 1 million 4 lakh or 6 lakh ഉണ്ട്. അപ്പോൾ നമ്മളിത് നേരത്തെ 1 lakh ഉണ്ടായിരുന്നുള്ളൂ. അല്ല നമുക്ക് സെറ്റാക്കാം. വി ക്യാൻ ഡു. നമ്മളെന്തായാലും മെക്ലാറനും കൂടി വാങ്ങിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ കാർ മാർക്കറ്റിൽ നമ്മൾ മെക്ലാറൻ എത്തും ഗൈസ്. ഞാൻ എത്ര ദിവസം ഇരുന്നിട്ടായാലും ഇതൊക്കെ ഒറ്റ ടേക്കിൽ നടക്കുന്ന വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് ആലോചിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ ഈ ഫയൽ മൊത്തം ക്ലിയർ ഡാറ്റ് ചെയ്ത് ഓരോ എപ്പിസോഡായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇനിയും കുറേ എപ്പിസോഡ് ഇറക്കാണ്ട് ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഗാരേജ് അൺലോക്ക് ചെയ്യാണ്ട്, ഒരു വീട് വാങ്ങിക്കാണ്ട്, നമുക്കിത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട്, കുറേ കാറുകൾ ഇനിയും വാങ്ങിക്കാണ്ട് ഗൈസ്. അതൊന്നും വന്നിട്ടില്ല എന്നുള്ള കാർ മാർക്കറ്റിൽ. കാരണം ബിക്കോസ് എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ എത്ര കാശ് വരുന്ന ആ കാശിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 2-3 ലക്ഷം കൂടുതലുള്ള വണ്ടികൾ മാത്രമേ വരുള്ളൂ. ബ്രോൺകോ ഫ്രണ്ടിൽ നടന്നിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ് 2-3-4 ദിവസമായിട്ട്. ഞങ്ങളെല്ലാവരും മറ്റേ നമ്മുടെ ബൈക്കിൻ്റെ പുതിയ ബിഗ് ഡോഗ്സ് കണ്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ കിടളം വീഡിയോ ആണ് ഗൈസ്. നമ്മൾക്ക് ഇപ്പോൾ നന്നായി വ്യൂസൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ കാർ ഡാമേജ് ആയൊന്നും പേടിക്കണ്ട. 23% എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ അത്രയും കൂടി കയറിയിട്ടുണ്ടാവില്ല ഗൈസ്. ഇങ്ങനെ ഇടുമ്പോഴാന്ന് തോന്നുന്നു കൂടുതൽ സ്ഥലം ഗൈസ്. അല്ലെങ്കിൽ സാധാരണ 3 വണ്ടി അവിടെ ഇടാൻ പറ്റാറുള്ളൂ. പിന്നെ ഇതാണ് രസം ഒന്നുകൂടി. ഞാൻ ഇല്ല. ഈ 3-4 കാറിന് 100 കാറുള്ളൂ. 2 കാറും കൂടി ഉണ്ട് ഗൈസ്. നമ്മൾ വാങ്ങിച്ച BMW അവരിങ്ങടെ എത്തിയില്ല ഗൈസ്. ഇനിയും വരാണ്ട് കാറ് തോന്നുന്നു. ഡോഡ്ജ് ചാലഞ്ചറൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചു ഗൈസ്. എൻ്റെ കയ്യിൽ എത്ര 40,000 രൂപ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച്. 40,000 ഉള്ളു ഗൈസ് ഇതിന്. സൂപ്പറൊക്കെ ഞാൻ ഒറ്റയടിക്ക് വാങ്ങിച്ച് വിട്ടു ഗൈസ്. ലംബോർഗിനി ഞാൻ വാങ്ങിച്ചു. ഞാൻ ആകെപ്പെട്ടു ഗൈസ്. ലംബോർഗിനി എൻ്റെ കയ്യിലുള്ള മൊത്തം കാശ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചതേ.
അപ്പോൾ 49,000 രൂപ നേരാക്കാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടിട്ട് അങ്ങനെ ഒരു 4 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് ഞാൻ 5 ലക്ഷത്തിന് പറ്റും. സാധാരണ 2 ലക്ഷം കൂട്ടി വെക്കാറ്. പോകണ്ട വണ്ടി ഒഴിവാക്കി ഗൈസ്. വണ്ടി ഞാൻ ഒഴിവാക്കി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് BMW ആണ് ഗൈസ്, നമ്മുടെ പുതിയ BMW. ഈ BMW ഉപയോഗിക്കണ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ ഇതിന് ആകെ കുറച്ച് പൈസയുള്ളൂ. ഓൺലി 90,000 ഓൺലി 90,000. 30,000 തോന്നുന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 50,000-ൻ്റെ വണ്ടിയാണ്. അതാണ് നമ്മളിൽ പൈസ കുറവ്. എൻ്റെ എത്ര പോയിൻ്റ് ആയിനാവോ. കുറേ കാറുകൾ വാങ്ങിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഗൈസ് പോയിൻ്റ് കയറണത്. സോ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഞാൻ കുറേ കാറുകൾ വാങ്ങിച്ച് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കണം. ഓരോന്ന് വാങ്ങിച്ച് വിറ്റതിന് ഒന്നും ആവില്ല ഗൈസ്. XP ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. കാർ ലിസ്റ്റിൽ ഏതൊക്കെ ഒരാൾ മിസ്റ്റുബിഷി ലാൻസറും ഇതും നമ്മൾ വരുത്തിയിട്ടുണ്ട്. എല്ലാം പൊട്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഓരോന്നിനായിട്ട് പ്രൈസ് ഫ്രോഡ് ഇപ്പോൾ നമുക്ക് കേടിലാക്കി വരുത്തിയിട്ടുണ്ട്. GLSന് 5 ലക്ഷം കൊടുത്തേക്കാം. ഇതിന് പിന്നെ ഒരു പൂജ കൂട്ടിയിട്ടേക്കാം. എത്രയൊക്കെ പോകണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ വിൽക്കും. ഇത് പിന്നൊരു 1 lakh കൊടുത്തേക്കാം. 1,90,000. ഇതും അതേപോലെ 1,40,000. ഒരു പൂജ്യം കൂടിയോ? ഇല്ല. ഇത് പിന്നെ 50,000 1,50,000. എല്ലാം നമ്മളൊരു 1 lakhiലാണ് കേസ് വെക്കണം. കളികൾ മൊത്തം 1 lakhiലാണ്. ക്ലയൻറ്റ് ഓഫീസിലുണ്ട്. ഒക്കെ നല്ല ഈ വണ്ടികളൊക്കെ വെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടികൾ കൊണ്ടുവരാം. 5 ലക്ഷം പോട്ടെ. നമുക്ക് 5 ലക്ഷം വെച്ചല്ല, 1 ലക്ഷത്തിനാ. 2 ലക്ഷം എടുത്തോണ്ടാൻ പറ്റിയുണ്ടായിക്കോ. 2 ലക്ഷം എന്നാ പറഞ്ഞാൽ ഞാൻ ഒരു കൂടിയല്ല. എനിക്കെടുക്കാൻ പറ്റൂല. രണ്ട് ലക്ഷം നിനക്ക് പറ്റില്ല അല്ലേ? എന്നാൽ ഞാൻ ഇവനോട് ചോദിച്ചോട്ടെ. 9,000 രൂപയ്ക്ക് അത് ഈ വണ്ടി അത് വിറ്റ് പോട്ടെ. തൊലക്കി ഞാൻ വിറ്റ് തൊലച്ച്. ഇനി ഈ എത്ര പറയണ നമുക്ക് ചോദിച്ചോക്കെ. ഈ ചേച്ചിയോട് 2 ലക്ഷത്തിന് എടുക്കാൻ പറ്റുമെന്ന്. ഇല്ല. അപ്പോൾ ഈ ചേട്ടൻ കുറച്ചുകൂടി വില തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ചേട്ടനെ വാങ്ങിക്കാം. ഈ ചേച്ചിയോട് നമുക്ക് 2 ലക്ഷം ചോദിച്ചു നോക്കാം. ഇല്ല. അപ്പോൾ ചേച്ചീനെ നമുക്ക് ചേച്ചിക്കാൻ വെക്കാം. ചേട്ടനാ ചേച്ചി ആരായാലും. നമ്മളെ കാറ് പോയാലെന്താ, അടുത്ത കാർ അവർ വാങ്ങിക്കുന്ന കണ്ടാണ്. ഓഫർ ക്ലോസസ്. നമ്മളിത് എത്ര വയ്ക്കാൻ വെച്ചാൽ പ്രൈസ് എക്സ്പെൻസ് 5,000 46,000. ഇപ്പോൾ കറക്റ്റാണ്. വിറ്റ് പോയി. ഇതും 60,000 എക്സ്പെൻസ് 10 50,000 3,000 കറക്റ്റ് നമ്മൾ വിറ്റിട്ടുണ്ട്. അതും ഇനി തൊട്ട് നമ്മൾ ഈ കാർ എടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ഒന്ന് നേരാക്കാൻ കൊടുക്കട്ടെ. എന്നിട്ട് XP നോക്കി നമുക്ക് നോക്കണം, സെറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഈ വണ്ടിക്കൊന്നും നേരാക്കല്ല. ഗുഡ്, ഇറ്റ്സ് ഗുഡ്. 1 million ആയി ഗൈസ് നമുക്ക് ഇത്ര പെട്ടെന്ന്. 1 million 2 lakh 1 million 2 lakh ആയി ഗൈസ്. 1 million 2 lakh ആയി. അപ്പോൾ 1 million 2 lakh ആയി. ഇനി നമുക്ക് എന്തായാലും ബാക്കി കാറുകൾ നേരാക്കിയിട്ട് നേരാക്കി വിൽക്കാം ഗൈസ്. അപ്പോൾ ബാക്കി കാറുകൾ നേരാക്കി വിറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗാരേജ് അൺലോക്ക് ചെയ്യാം ഗൈസ്. നമുക്കപ്പോൾ ഗാരേജ് അൺലോക്ക് ചെയ്യാം ഗൈസ് അടുത്ത. അല്ലെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിൽ കുറച്ച് പകുതി ഓഫാക്കിയിട്ട് നാളെ ഞാൻ ഈ വീഡിയോ ആക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇറക്കും. അല്ലെങ്കിൽ നാളെ ഇറക്കണമെങ്കിൽ നാളെ വരുള്ളൂ. അപ്പോൾ ഗാരേജ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടായാലും അറിയാൻ പറ്റില്ല. നാളെ എന്ന് പറയുന്നത് ടുഡേ ഈസ് 21 ഗൈസ്. 21 ഡേ 21 22ലാണ് ഈ വീഡിയോ ഇറങ്ങണതെങ്കിൽ മിക്കവാറും ഗാരേജ് വാങ്ങിക്കുമായിരിക്കും. അറിയില്ല, പറ്റുമെങ്കിൽ വാങ്ങിക്കും ഗൈസ്.
നമ്മളെന്താ കാറില്ലാണ്ടൊക്കെ പോകുന്നത്? എന്നാൽ ഞാൻ ഇതെല്ലാം നേരാക്കിയിട്ട് നിങ്ങൾ കാണിക്കുന്നതല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ BMW ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഇത് കാണാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഉറങ്ങാൻ പോകണ്ടേ ഗൈസ്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കടക്കാൻ പോവാം. അതിനുശേഷം രാവിലെ ആയിട്ട് ഞാൻ എത്ര XP പോയിന്റ് ഉണ്ടെന്നൊക്കെ നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. എന്തെങ്കിലും വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് എല്ലാത്തിനെയും പ്രൈസ് സെറ്റ് ചെയ്തിട്ട് സെയിലിനിടാം. അപ്പോൾ രാവിലെ വരുമ്പോൾ ഫുൾ ക്ലൈൻറ്റ് ഉണ്ടാവും ഗൈസ് നമ്മുടെ ഓഫീസിലകത്ത്. നമ്മൾ വെറുതെ പോകുന്നു, സ്ട്രെയിറ്റ് ആക്കുന്നു, വണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു. വണ്ടി അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? എത്തി. അത് മതി എത്തിയാൽ മതി. ഇടിച്ചാൽ എന്ത്, ഇടിച്ചില്ലെങ്കിൽ എന്ത്. എല്ലാത്തിലും കൂടി ഒരു പൂജ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്രയ്ക്ക് വിറ്റ് പോകണമെന്ന് വെച്ചാൽ വിറ്റ് പോട്ടെ. ഓൺ സെയിൽ. XP എത്രയായി? 465 ഗൈസ്. ഇതിന് എത്ര വേണ്ട? 600 XP. അപ്പോൾ നമ്മൾ ഗ്യാരേജ് എന്തായാലും ഒന്ന് വാങ്ങിക്കും ഗൈസ്, മിക്കവാറും. ഗ്യാരേജ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഗ്യാരേജ് വാങ്ങിക്കാനുള്ള കാശ് വേണ്ടേ. ഞാൻ എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. നമുക്ക് ഡോഡ്ജ് വൈപ്പർ കിട്ടി ഗൈസ്. അപ്പോൾ ഒരു ഓപ്ഷൻ നിന്ന് അപ്പോൾ ഞാൻ ഡോഡ്ജ് വൈപ്പർ എൻ്റെ പേഴ്സണൽ കാറാക്കി ഗൈസ്. ഇതാ കിടക്കണ ലംബോർഗിനി കണ്ട മക്കളെ ഗൈസ്. ഞാൻ ഈ വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ ഫുൾ പൈസയും പൊട്ടും ഗൈസ്. 1 ലക്ഷങ്ങൾ മാത്രമേ ഞാൻ ബാക്കി ഉണ്ടാവുള്ളൂ. ഓ മൈ ഗോഡ്, 3 ലക്ഷം ബാക്കിയുണ്ട് ഗൈസ് ഈ വണ്ടി എടുത്തിട്ട്. എനിക്ക് വേണ്ടി സ്വന്തമാക്കണം എന്നൊക്കെ ഉണ്ട് ഗൈസ്. ഒരു 2-3 മില്യണൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എന്തായാലും സ്വന്തമാക്കും ഗൈസ്. ഈ വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഡോഡ്ജ് വൈപ്പർ എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അതിന് ശേഷം നമുക്ക് നല്ലത് ഗൈസ്, ഡോഡ്ജ് വൈപ്പർ എടുത്തിട്ട് നമുക്ക് പോവാം. ഡോഡ്ജ് വൈപ്പർ എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇത് വിളിക്കാം ഗൈസ്. നമുക്ക് വണ്ടി തിരിച്ചിടാം. നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ വണ്ടിയായിട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. നമുക്ക് അവിടെ വണ്ടി വിളിക്കാം. 1 മില്യൻ്റെ കാറ് നമ്മൾ 2 മില്യൺ വിൽക്കുകയാണെങ്കിൽ 2 മില്യൺ 3 മില്യൺ സംതിങ്ങിന് വിൽക്കണം ഗൈസ്. ഇതിനിപ്പോൾ എത്ര ലക്ഷം വരും നേരാക്കാനൊന്നും അറിയില്ല. ചിലപ്പോൾ 3-4 ലക്ഷമൊക്കെ വരുമായിരിക്കും. അല്ല ഗൈസ്, നിങ്ങൾ ഗസ് ചെയ്യൂ ഗൈസ്, നമ്മളിതിന് എത്ര ലക്ഷം. ഇത് നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഞാൻ ഒരു മോഡാക്കിയിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ കാശുണ്ടാക്കിയെന്ന് വിചാരിക്കണം ഗൈസ്. ഞാൻ ഒറിജിനലായി ഇരുന്ന് കളിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. ഞാൻ എത്ര ലക്ഷോടെ പൊട്ടിയേ? 2 ലക്ഷം ഒറ്റയടിക്ക് പൊട്ടി ഗൈസ് ഈ വണ്ടി നേരാക്കാൻ. വീണ്ടും ഡാമേജ് ആയിക്കാറ്. അമ്മി, ഇതെന്താ വണ്ടി ബ്രേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ഈ ജാതിയൊക്കെ കണ്ടാ ഗൈസ്. ഇതാണ് എനിക്ക് വേണ്ടത് ഗൈസ്. എന്നെ ഈ ഡോഡ്ജ് വൈപ്പർ കണ്ട, ഇത് റയർ കാറാണ് ഗൈസ്, നമുക്കൊന്നും കിട്ടില്ല. ഇനി ഒരു പോർഷയും കൂടി ഉണ്ട് ഗൈസ് റയറായിട്ട്. ഇന്ന് ഞാൻ വിൽക്കാൻ ആൾ വരുമ്പോൾ ഞാൻ ടോട്ടലി ആണ് ചെയ്തിരിക്കുന്നത് 87,768,729 റുപ്പീസ് ഗൈസ് ഞാൻ മൊത്തമായിട്ട് ഉണ്ടാക്കിയത് ഗൈസ്. പക്ഷേ ഇപ്പം നമ്മുടെ ഉള്ളത് 1 ലാക്കാണ്. 2 മില്യൺ ഉണ്ടായിരുന്നു കൊടുത്ത് നമ്മൾ ഒരു വലിയ ലംബോർഗിനി വാങ്ങിച്ചു. ക്ലൈൻറ്റ് വന്ന് ഗൈസ്. ക്ലൈൻറ്റ് 2 മില്യൺ 3 മില്യൺ ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സക്കീർ ബൈക്ക് ഇല്ല, 3 മില്യൺ പറ്റൂല. ചേച്ചിക്ക് 3 മില്യൺ നടക്കുമോ? ഇല്ലെങ്കിൽ നമ്മളിത് വെക്കും ഗൈസ്. 3 മില്യൺ നടന്നില്ലെങ്കിൽ നമ്മളിതൊക്കെ വെച്ച് കൊടുക്കും. ഓക്കെ, ഞാൻ ചേട്ടനെ വെക്കാൻ പോവാണ് ഗൈസ്. ചേട്ടൻ അതിനേക്കാളും വില തരാമെന്ന് പറയില്ലേ. അപ്പോൾ നമ്മളൊരു 9 ചോദിക്കും. കണ്ട 3 മില്യണേ. എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കളികൾ നിങ്ങൾ കണ്ടോ ഗൈസ്? ഈ ഡോഡ്ജ് വൈപ്പർ കൊണ്ട് വിറ്റാൽ അത്യാവശ്യം കാശാകും. പക്ഷേ എനിക്കിത് വിൽക്കാൻ താല്പര്യമില്ല. ഇത് ഞാൻ ഇനി വിൽക്കാനും പോകണില്ല. എൻ്റെ തീരെ കാശില്ലാണ്ട് ഞാൻ ഇതായാൽ പോലും ഞാൻ വിൽക്കില്ല ഗൈസ്. എൻ്റെ എന്തായാലും എങ്ങനെ പോയാലും ഞാൻ ഫുള്ള് കാശ് കൊടുത്താൽ ഞാൻ 30,000 രൂപയെങ്കിലും ബാക്കി വെക്കും ഗൈസ്. കാറ് വീണ്ടും ഞാൻ തന്നെ ഡാമേജ് ആക്കും. ഫുള്ള് ഞാൻ തന്നെ ഡാമേജ് ആക്കും, ഞാൻ തന്നെ ക്ലിയർ ആക്കും ഗൈസ്. അത് ഞാൻ എൻ്റെ ഒരു പോളിസി. നല്ല പൈസ പൊട്ടുന്നുണ്ട് നേരാക്കാനേ. നിങ്ങൾ വിചാരിക്കും അധികം പൈസ ഒന്നും ഉണ്ടാവില്ല നേരാക്കാൻ. നല്ലോണം പൈസ ഉണ്ട് കേസ്. കണ്ട ഈ വണ്ടി ഇങ്ങനെ ചാടിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വളയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വണ്ടി. അപ്പോൾ ഇങ്ങനെ ചാടിച്ചുകൊണ്ടേ കുറച്ച് ഡാമേജ് ആയി കാശ് കൊടുത്താൽ പോരെ. മറ്റേത് വളച്ച് തേച്ച് കൊണ്ടിട്ട് എനിക്കിപ്പോൾ ചാന്ത് വരുന്നു. വീട്ടിലേക്ക് എത്താൻ 10 മിനിറ്റാണ് ഗൈസ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും കടന്നുറങ്ങിയിട്ട് ഞാൻ ഓപ്ഷൻ വരുമ്പോൾ വിളിക്കാം.
ഗൈസ് ഏതൊരു കിടിലൻ കാറ് 2 million വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് 10,000 ലാക്ക് സമാധാനം. 2 ലക്ഷത്തിൽ ഒരു കിടിലൻ കാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ കാർ നിങ്ങൾ കണ്ട ഗൈസ്. ഇത്തന്നെ സൂപ്പർ കാറ്. അപ്പം എനിക്ക് വിൽക്കാൻ ഇഷ്ടമല്ല ഗൈസ് ഈ കാറുകളൊന്നും. ബട്ട് മണി ഇല്ലെങ്കിൽ നമുക്ക് 2 കാറാക്കാൻ കൂടെ. പിന്നെ അതിനേക്കാളും നല്ല കാർ വരെ നമ്മളത് വിൽക്കും. ഓക്കെ, നമുക്ക് 2 കാറുണ്ട് ഗൈസ് ഇപ്പോൾ തൊട്ട് പേഴ്സണൽ കാർസ്. ഇതെല്ലാം ഞാൻ പറ്റിയ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ് ആ വീഡിയോ കാറ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ അടിച്ചു പൊട്ടിച്ചേക്കുക ഗൈസ്. ബൈ ബൈ, ടാറ്റാ.